കുടുംബസമേതം പോയി വോട്ട് ചെയ്യുക നല്ലതാണ്. സാധാരണ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്ന വർഷങ്ങളായിട്ട്. പിതാവുള്ള സമയത്തും അങ്ങനെ തന്നെയാണ്. പിതാവ് എപ്പോഴും വോട്ട് ചെയ്യാൻ പോകുമ്പോൾ കുടുംബത്തോടു കൂടിയാണ് പോവാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ 1-2 ബൂത്തുകളൊന്ന് വന്ന് സന്ദർശിച്ചു. ഒരു 7:45-8 മണിയോടുകൂടി കുടുംബത്തോടൊപ്പം പോയിട്ട് ഇപ്പോൾ പോകുന്നില്ല. ഇപ്പോൾ പോകുന്നില്ല. ഇപ്പോൾ 1-2 ബൂത്തുകളും സന്ദർശിക്കും. ആദ്യം നമ്മുടെ ഫസ്റ്റ് ബൂത്തുണ്ട് അരുവാക്കോട്, നമ്മുടെ നിലമ്പൂർ ചെട്ടിയങ്ങാടി UP സ്കൂളിൻ്റെ നേരെ മുമ്പിൽ ടൗണിലുള്ള. തികഞ്ഞ നല്ല പ്രതീക്ഷയല്ലേ നമ്മുടെ. ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ ഭൂരിപക്ഷം നമ്മൾ പ്രതീക്ഷിക്കുക. കാരണം ഓരോരുത്തരും നമ്മളെ കാണുമ്പോഴും നമ്മളോട് സംസാരിക്കുന്നതും ഒരു കഴിഞ്ഞ കാലത്തൊന്നും ഇല്ലാത്തൊരു വലിയ മാറ്റം. അത് രാഷ്ട്രീയത്തിന് അതീതമായി ആളുകൾ ഒരു വലിയ അവരുടെ സ്നേഹപ്രകടനവും അവരുടെ അഭിപ്രായങ്ങളുമൊക്കെ ഒരു വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ ഈ സീറ്റ് UDF തിരിച്ചു പിടിക്കും. പോളിംഗ് നന്നായിട്ട് വരുന്ന എല്ലാവരും പോളിംഗ് ബൂത്തിൽ എത്തുമായിരിക്കും. ഇല്ല, അതുണ്ടാവാറുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാരണം ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത്, കാരണം പ്രചരണ രംഗത്തുമൊക്കെ നല്ല മഴയുള്ള സമയത്ത് പോലും ഭയങ്കര ജനക്കൂട്ടമായിരുന്നു. നല്ല മഴ കൊണ്ടിട്ടാണ് കലാശക്കൊട്ട് നടത്തി. നല്ല മഴ കൊണ്ടിട്ടാണ് പ്രിയങ്ക ഗാന്ധിയെ 2.5 മണിക്കൂർ ആളുകൾ വെയിറ്റ് ചെയ്തത്. ഒരു പന്തൽ പോലും ഇട്ടിട്ടില്ല കൃത്യമായിട്ട്. നല്ല മഴയത്താണ് ആളുകൾ എൻ്റെ സ്ഥാനാർത്ഥി പര്യടനത്തിന് സ്വീകരണത്തിന് ആളുകൾ കാത്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലം ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു, അതുപോലെ തന്നെ പോളിങ്ങിലും ആ ആവേശം ഉണ്ടാവും. തീർച്ചയായും ഒരു നല്ല പോളിംഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും മാത്രമല്ല, വൈകുന്നേരം 6 മണി വരെ ഉണ്ട്. 6 പോളിംഗ് തുടങ്ങി. നല്ലൊരു പ്രതീക്ഷയുണ്ട്. ഒരു ചരിത്ര ഭൂരിപക്ഷത്തിൽ നിലമ്പൂര് തിരിച്ചു പിടിക്കും. അൻവർ രാജ്യത്താണ് തുടങ്ങിയത്. പക്ഷെ പ്രചരണം കഴിയുമ്പം എന്തെങ്കിലും ഘടകങ്ങളിലാണ് ഒരു പ്രതീക്ഷ കൽപ്പിക്കുന്നത്. അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് UDFന്റെ തൊട്ട പിന്നിൽ വരുന്ന ഒരു സ്ഥാനാർത്ഥി LDF ആയിരിക്കും. പിന്നെ കുറേ സ്വതന്ത്രന്മാരുണ്ടാവും. അവർക്ക് എത്ര വോട്ടുകൾ ലഭിക്കും എന്നുള്ളതൊക്കെ നമുക്കറിയില്ല. അതിൻ്റെ ഒരു സംഭവം. LDF നേരിട്ടാണ്. പിന്നെ തീർച്ചയായിട്ടും പറഞ്ഞല്ലോ, UDF LDF നേരിട്ടുള്ളൊരു മത്സരമാണ്. അത് വർഷങ്ങളായിട്ട് ഇവിടെ അങ്ങനെ ഒരു മത്സരം തന്നെ നടന്നിട്ടുള്ളൂ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം. ശരി.